കഴിഞ്ഞ മാസം 30-നാണ് സപ്ലൈകോ ഗോഡൌണിലേക്ക് അരിയുമായി എത്തിയ ലോറി നാരായക്കാനം പൂവത്തേൽ ജസ്റ്റിന്റെ വീട്ടുമുറ്റത്തേക്ക് പതിക്കുന്നത്. ഇറക്കത്തിൽ ലോറിക്ക് നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണം. വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന കാറിനും ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. കാർ ഷെഡ് തകർന്നു. അപകടം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ ലോറി ഇവിടെ നിന്നും മാറ്റിയിട്ടില്ല. ജസ്റ്റിനുണ്ടായ നഷ്ടവും നികത്തിയിട്ടില്ല. അന്ന് വാക്കാൻ ഒരു ഉറപ്പ് പറഞ്ഞിരുന്നതാണ്, ഈ ഓട്ടോറിക്ഷ പണിത് കൊടുക്കാം, ഷെഡ് പണിത് കൊടുക്കാം, ഇതിനെല്ലാം പൈസ കൊടുത്തേക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് 8 ദിവസമായിരിക്കും. ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇങ്ങോട്ട്. ലോറി ഉടമയെ ബന്ധപ്പെടുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ലോറിയിലുണ്ടായിരുന്ന അരി അപകടം നടന്ന ദിവസം തന്നെ മറ്റൊരു വാഹനത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഇത് യഥാർത്ഥ ഓണർ ഒരു തമിഴനാണ്, പക്ഷേ RC ഓണർ കമ്മവെട്ടുകാരനാണ്. പുള്ളി ഇതെല്ലാം വാക്കും പറഞ്ഞാൽ ഇപ്പോൾ അവർ ഈ 8 ദിവസമായിട്ട് വന്നില്ല. എനിക്ക് എൻ്റെ മമ്മി കിടപ്പ് രോഗിയാണ്. അപ്പോൾ മിനിങ്ങാന്ന് മമ്മീനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോൾ എനിക്ക് വണ്ടി സ്ട്രെച്ചറിൽ പോലും ഇങ്ങോട്ട് ഇറങ്ങാൻ മേലാത്ത രീതിയിലെ വഴി വീട് സിറ്റൗട്ട് ബ്ലോക്കായി കിടക്കുക. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും സുരക്ഷാ വേലി സ്ഥാപിക്കാത്തതുമാണ് തുടർച്ചയായ അപകടത്തിന് കാരണമെന്ന് പരാതിയുണ്ട്. എന്നാൽ അധികൃതരാരും ഇതുവരെ ഇവിടെ പരിശോധനയ്ക്ക് പോലും എത്തിയിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.